കണ്ണിൽ കാൺമതവന്റെ രൂപം, അരികിൽ കേൾക്കുന്നതാ നാദം. ഈയുണ്ണും ചോറ് കെടാവിളക്ക്, കനിയും കാലും പശുക്കൂട്ടവും. കണ്ണും കാതും ഉഷസ് കാറ്റി കലകല്ലോലം. കടൽപ്പായ ഞാൻ വിണ്ണിൽ കാൺമൊരു ഭിന്നമൊക്കെ, അവിടുത്തേക്കുള്ളതാരാണവൻ. അങ്ങനെയുള്ള അപ്പൻ തമ്പുരാന്റെ ആർക്കും തിരിച്ചറിയാനാവാത്ത ആരാണവൻ ആരാണവൻ ആരാണെന്ന് ചോദിക്കുന്നല്ലാതെ ആർക്കും വിവച്ഛേദിക്ക് പറയാനാവാത്ത ആ ഭക്തവത്സനായ ഭഗവാന്റെ ഗീതോപദേശമാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. വിഷാദഗ്രസ്തനായി രഥതടത്തിൽ വർത്തിക്കുന്ന പാർത്ഥൻ കർത്തവ്യതാമൂഢനായി. ഭഗവാനെ യുദ്ധം ചെയ്യാൻ പറ്റൂല, കാരണം എല്ലാം എൻ്റെ ബന്ധുക്കളാണ്. അമ്മാമ്മമാരുണ്ട്, മുത്തശ്ശന്മാരുണ്ട്, വല്യച്ഛന്മാരുണ്ട്, മറ്റുനന്മാരുണ്ട്, അളിയന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. ആവൂല ഭഗവാനെ, എന്നോട് യുദ്ധം ചെയ്യാൻ വന്നു നിൽക്കുന്ന ഇവരെ കാണട്ടെ എന്ന് വീരശൂര പരാക്രമിയായിട്ട് പറഞ്ഞ അർജുനന് അവരെ കാണുമ്പോഴത്തേക്കാകെ മനസ്സ് ചഞ്ചലപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന, എന്താണ് നിനക്ക് സംഭവിച്ചത്? നീ ഇപ്പൊ ഒരു ഭീരുവിന്റെ മാതിരി ആയിപ്പോയല്ലോ. അതെന്താ കാര്യം? കർമ്മം ജീവൻ ആസന്നമാവുന്ന നിമിഷത്തിൽ പുറംതിരിയുന്നത് യോഗ്യമാണോ? ആലോചിക്കുക എന്ന് പറഞ്ഞു ഭഗവാൻ പാർത്ഥനോടൊപ്പം. പാർത്ഥൻ പറയുന്നു, കേശവ, അങ്ങനെ ഭീരുവെന്ന് വിളിക്കരുത്. യുദ്ധം അധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നു. ഭീരു പറ്റൂല, അതെനിക്ക് കേൾക്കാനേ പറ്റൂല. സ്വജനരക്തം കൊണ്ട് പ്രക്ഷാളനം ചെയ്ത മണ്ണ് ഞാൻ ത്യജിക്കുന്നു ഭഗവാനെ. ഏകാധിപതിയായാൽ പോലും ഞാൻ ഈ യുദ്ധത്തിൽ ചെയ്യുന്ന പാപം മാറുകയില്ല, സ്വസ്ഥത ലഭിക്കുകയില്ല എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് പിന്തിരിയണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അർജുന, വിവേകികളെ പോലെയാണ് നിന്റെ സംസാരം, എന്നാലോ അജ്ഞാനികളെ പോലെയാണ് പെരുമാറ്റം. എന്താ ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ. ശരീരത്തിനാണ് നീ മഹത്വം കാണുന്നത്. ശരീരം സ്ഥിരമല്ല അർജുന, അത് മാറി വരുന്ന ആത്മാവിന്റെ കഞ്ചുകം മാത്രമാണ്. വിഷയ സംബന്ധമായി ഒന്നും ആത്മാവിൽ യേശുകയില്ല. സ്ഥിരനുമാണ് ആത്മാവ്. ഞാൻ എന്ന തോന്നലാണ് ഈ കളയപരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ശരീരം ഞാൻ എന്ന ഭാവം അകതാരിലകന്നുതൻ തൃപ്പാദാംബുജം പണിയോർകളേതിടത്തും രക്ഷിച്ചുകൊള്ളും അഭിമന്യുതനൂജ ചക്രം കൈത്താരിലേന്തി വിലസും ഭഗവാൻ മുകുന്ദൻ. അങ്ങനെയുള്ള മുകുന്ദൻ പറയുന്ന ഈ ശരീരം വിചാരിച്ചിട്ടല്ല നീ ഇപ്പം പറഞ്ഞത്. ഈ ആത്മാവിന്റെ വെറും ഒരു ആത്മാവിനെ ഇരിക്കാണ്ടൊരു കൂടല്ലേ ഈ ശരീരം. നീ ശരീരത്തിനെ വിചാരിച്ചിട്ടല്ലേ ഇപ്പൊ പറഞ്ഞത്. ഏട്ടൻ, അളിയൻ, വെല്ലിച്ചൻ, മുത്തച്ഛനെല്ലാം. അത് ഞാൻ എന്നുള്ള ആ ഒരു ഭാവമാണ് അർജുന ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് നശിക്കുന്ന ബന്ധുജനങ്ങളുടെ ശരീരത്തെ രക്ഷിക്കുവാൻ നിനക്കാവുകയില്ല. നശിക്കേണ്ട നശിച്ചേ അടങ്ങും. ഭയം എവിടെ നിനക്ക് വേണ്ട. അതുകൊണ്ട് എന്നിട്ട് പൊരുതുക എന്ന് പറഞ്ഞു. ഇല്ല, നിരവയവനായ ആത്മാവിനെ സ്ഥിരമായി പാലിക്കുക. യുദ്ധത്തിൽ ശരീരമാണ് നശിക്കുക, ആത്മാവ് നശിക്കുന്നില്ല. അതിൽ നിന്ന് നിലനിൽക്കുന്ന വസ്തുവാണ് നമ്മൾ ധരിക്കുന്ന ഈ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, അതും നമ്മുടെ ശരീരവുമായുള്ള ബന്ധമേ ശരീരത്തിനും ആത്മാവിനും തമ്മിലുള്ളൂ. മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് പുതിയതെടുത്ത് കൊടുക്കുന്നത് പോലെ അർജുന, ഈ ആത്മാവ് ശരീരം ജീർണിക്കുമ്പോൾ വേറൊരു ശരീരം തേടിയിട്ട് പോവും. അത് വേണ്ടുന്നത് തന്നെയാണ്. അതിന് മാറ്റമില്ല, മാറാൻ പറ്റൂല എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നിത്യനായ ആത്മാവിനെ ഭൗതിക ശക്തികൾ കൊണ്ട് അകപ്പെടുത്തുവാനാവുകയില്ല അർജുന. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആത്മാവിനെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ദർശിക്കാനും ആവുകയില്ല അർജുന. ആത്മാവ് ക്രിയകൾക്കപ്പുറത്താണ്, അതുകൊണ്ട് വികാരമില്ല. ആത്മസ്വരൂപം അറിയുന്നവർക്ക് മരണം ത്യാജ്യമാണ് അർജുന. അല്ലെങ്കിൽ തന്നെയും ഇവർ ജനിച്ചവരാണ്, മരിക്കാതെ മാർഗമില്ലല്ലോ. ജനിച്ചെങ്കിൽ മരിക്കണം. ഇവർ നിന്റെ ബന്ധുക്കളായത് ജനനത്തിന് ശേഷമല്ലേ? അതിനു മുമ്പ് ഇവര് നിന്റെ ബന്ധുക്കളായിരുന്നുവോ? അതിനു മുമ്പ് അവരെല്ലാം എവിടെയായിരുന്നു? എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോകുന്നു. അവരെ കുറിച്ച് ശോഭിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വ്യക്തതയിൽ നിന്നും അവ്യക്തതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് മരണം. അത് പൂർണ്ണമായ അന്ത്യമല്ല. മരണത്തെ ഓർത്ത് കരയുന്നത് ശരിയല്ല അർജുന. ലാഭനഷ്ടങ്ങൾ ഇവിടെ തുല്യമാണ്. യുദ്ധം ചെയ്യുക. വിജയമോ പരാജയമോ ആകട്ടെ, രണ്ടും തുല്യമായി കരുതുക. അപ്പോൾ പ്രവൃത്തി നിഷ്കാമമായി തീരും. പാപം നിന്നെ ബാധിക്കുകയുമില്ല.
എന്ന് പറഞ്ഞു ഭഗവാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഭഗവാൻ. എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഉത്തേജിപ്പിക്കണ്ടേ അർജുനനാ. അതിനു വേണ്ടിയിട്ട് അർജുന, മോക്ഷം നേടണമെങ്കിൽ കാമത്തെ വിടണം, ദ്വൈതഭാവം കളയണം. രണ്ട് എന്നുള്ള ഭാവം, ഞാനെന്നും എന്റേതെന്നും എന്നുള്ള ആ ഭാവം കളയണം. സത്വഗുണത്തിനെ ആശ്രയിക്കുന്നവനാവണം. അപ്രമത്തനായി പ്രവർത്തിക്കണം. പാർത്ഥ, കർമ്മം അനുഷ്ഠിക്കുന്ന നീ ഫലം കാക്ഷിക്കരുത്. ഫലാശ്രയ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി അന്ധക്കരണ ശുദ്ധി ഉണ്ടാകും. ഫലത്തിൽ ആഗ്രഹമില്ലാതെ ചെയ്യണം കർമ്മം. കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അതിന്റെ ഫലം നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, അത് ഭഗവാൻ തന്നോളും. അതാണ് പറയുന്നത്. ആ ശുദ്ധി ജ്ഞാനപ്രാപ്തിയാവുന്ന സിദ്ധിയെ ജനിപ്പിക്കും. ആ സിദ്ധി വന്നാൽ സുഖദുഃഖങ്ങളിൽ സമനിലയുണ്ടാകും. ആ സമനില ശ്രദ്ധയോടെ പാലിക്കുന്നതിനെയാണ് യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത്. ഇത്തരം കർമ്മം പാലിക്കുന്നവൻ പ്രാജ്ഞനായിരിക്കും, വെറുതെ ഇങ്ങനെ വിഡ്ഢിയല്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു. ലൗകിക ജീവിതത്തിൽ അനേക അഭിലാഷങ്ങൾ ഒരുവൻ ഉണ്ടാക്കും. എന്തൊക്കെയോ നേടണമെന്നുള്ള തോന്നലുണ്ടാവും. അവയെ ത്യജിച്ച് ആത്മാവിൽ സുഖം അനുഭവിക്കുന്നവനെ പ്രാജ്ഞൻ എന്ന് പറയാം. സ്ഥിതപ്രജ്ഞൻ ശുഭാശുഭങ്ങൾ ഒരുപോലെ കാണുന്നവനാണ്. അതാണ് ഈ പ്രാജ്ഞൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത് അങ്ങനെ വിചാരിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. നിരാഹാരനെ തപസ് അനുഷ്ഠിക്കുന്നവനും പ്രാജ്ഞനെ പോലെ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ മാറ്റാറുണ്ട്. പക്ഷേ അവനിൽ അഭിലാഷങ്ങൾ അവശേഷിക്കും. സകല കർമ്മങ്ങളെയും കൈവെടിഞ്ഞ് ഞാൻ നിഷ്ക്രിയനും നിർവികാരനും സച്ചിദാനന്ദ രൂപനുമായ ബ്രഹ്മമാണ് എന്നറിഞ്ഞ് ആ അറിവിൽ ഇളക്കം കൂടാതെ നിലകൊള്ളുന്നവനെയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മജ്ഞാനി. ആ നിലയിൽ എത്തിയവർക്ക് ലൗകിക മോഹം ഉണ്ടാവുകയില്ല. ഈ അവസ്ഥ വന്നവർക്ക് പുനർജന്മവും ഇല്ല അർജുന. ജ്ഞാനം കർമ്മത്തെക്കാൾ മഹത്തരമാണ്. ജ്ഞാനാണ് മഹത്തരം കർമ്മത്തിനേക്കാളും. എന്ന കേശവന്റെ വാക്ക് കേട്ടുടനെ അർജുനൻ ചോദിച്ചു, കേശവ, ജ്ഞാനമാണ് കർമ്മത്തെക്കാൾ മഹത്തരമെങ്കിൽ നീ കർമ്മം ചെയ്യുന്നതിൽ എന്തിനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ചോദിച്ചു. അർജുന, 2 തരം നിഷ്ഠകളാണ് ഉള്ളത്. ബ്രഹ്മനിഷ്ഠന്മാരെ ഉദ്ദേശിച്ച് ബ്രഹ്മാസ്പദമായ ജ്ഞാനയോഗവും കർമ്മനിഷ്ഠന്മാരെ ഉദ്ദേശിച്ച് കർമ്മയോഗവും. ആത്മാവ് നിത്യമാണ്, അതിന് ഗുണമില്ല, കർമ്മവുമില്ല, നിർഗുണവും നിഷ്ക്രിയവുമാണ്. ഇതറിയുന്ന ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിഷ്ക്രിയനാകുന്നു. പരമപുരുഷനിൽ സകല കർമ്മങ്ങളും അർപ്പിക്കണം. അങ്ങനെ അർപ്പിച്ചിട്ട് ഈശ്വരന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ള വിചാരത്തോടെ ആശ, മമത, സന്താപങ്ങൾ എന്നീ വികാരങ്ങൾ സ്പർശിക്കാതെ നീ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. നീ ഒരു ക്ഷത്രിയനല്ലേ, നിനക്ക് പറഞ്ഞതല്ലേ യുദ്ധം. നീ പോരടിക്കുമ്പോൾ കാമമരുത്. രാജ്യത്തിനു വേണ്ടിയല്ല നീ രണനാടകമാടുന്നത്, കർമ്മം ചെയ്യുകയാണ്. നീ തന്നെ ചെയ്തു തീർക്കേണ്ടതുമാണത്. ആ കർമ്മം ഉണ്ടല്ലോ, അത് നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം. അതാണത്. ഇച്ഛയാണ് കാമത്തിന്റെ സ്വരൂപം. ആഗ്രഹം കളഞ്ഞ് മതം മാറ്റി നീ കർമ്മവ്രതിയാകും അർജുന. വീണ്ടും പറഞ്ഞു ഭഗവാൻ. ജ്ഞാനി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മബദ്ധനാകുന്നില്ല അർജുന. ജ്ഞാനി എപ്പോഴും അകർത്താവായി സ്ഥിതി ചെയ്യുന്നു. അർപ്പണം ബ്രഹ്മമാണ്, ഹവിസ്സും ബ്രഹ്മം തന്നെ. ബ്രഹ്മകർമ്മത്താൽ സമാഹിത ചിത്തനായ കർത്താവിനാൽ പ്രാപിക്കേണ്ട വസ്തുവും ബ്രഹ്മമാണ്. അർപ്പണം ബ്രഹ്മം, ഹവിസ്സും ബ്രഹ്മം, എല്ലാം ഹോമിക്കേണ്ട സാധനം എല്ലാം ബ്രഹ്മ. ഇതാണ് ബ്രഹ്മയജ്ഞം. ജ്ഞാനി നിത്യവും ഈ യാഗത്തിലാണ്. കർമ്മത്തിൽ മുഴുകുമ്പോഴും ജ്ഞാനി ബ്രഹ്മയജ്ഞം നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റും. എന്തെങ്കിലായിട്ട് അവര് മറ്റൊന്നില്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടെങ്കിലും ഇരിക്കണ്ടാവും, അതും ഒരു കർമ്മം. ഒന്നും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുമ്പോഴും ശത്രുക്കളെ നിഗ്രഹിക്കുമ്പോഴും കാമമോചിതനായിരുന്നാ മതി. ആഗ്രഹം അന്ധകരണത്തിൽ വെച്ച് ഒരമ്പു തൊടുത്താൽ എല്ലാ ഗുണവും നഷ്ടമായി. മറിച്ചാണെങ്കിലോ തത്വജ്ഞാനിയായി നിന്നെ ഒന്നും ബാധിക്കുന്നില്ല. ജ്ഞാനയോഗവും കർമ്മയോഗവും എല്ലാം ഒന്ന് തന്നെയാണ് അർജുന. ജ്ഞാനയോഗികൾ എത്തുന്ന പരമപദത്തിൽ കർമ്മയോഗികളും എത്തും. കർമ്മവും ജ്ഞാനവും ഒന്നെന്ന് കാണുന്നവനാണ് സത്യത്തെ ശരിയായി അറിയുക.
സത്യമാണ് മോക്ഷം. മോക്ഷമാർഗത്തിന് വിരുദ്ധമായി അനർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദോഷമുണ്ട്. കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഉണ്ടാകുന്ന വേഗമാണ് ആ ദോഷം. ക്രോധവും തൃഷ്ണയും ചേർന്നാണ് ഈ ഭാവം സൃഷ്ടിക്കുന്നത്. ദേഹം വിയർക്കുക, ചുണ്ട് കടിക്കുക, കണ്ണ് ചുവക്കുക, അതുപോലെ ഉള്ള പല ലക്ഷണങ്ങളാണ് വേഗത്തിനുള്ളത്. ഞാൻ അത് ഒഴിവാക്കും. മനസ്സിനെ സ്വാധീനത്തിലാക്കിയവൻ ഭാഗ്യവാൻ, അവനാണ് യോഗി. അത്തരം ആളുകൾ പതറുകയില്ല, കർമ്മത്തിൽ പരാജയപ്പെടുകയുമില്ല. അവൻ മായയെ അറിയുന്നു. എന്താണ് മായ എന്ന് അവനെ അറിയൂ. ആ പുതപ്പ് മാറ്റി ശാന്തിയെ കൈവരിച്ച് സുഖദുഃഖങ്ങളെ സമമായി കണ്ടുവസിക്കും. ആര്? ജ്ഞാനി. അർജുന, സന്യാസം പരിപൂർണമായ ത്യാഗമാണ്. ചിത്തസമാധാനത്തെ യോഗം എന്ന് പറയാം. ദ്രവ്യഗുണകർമ്മങ്ങളെ അതിക്രമിച്ചവനെ യോഗാരൂഢൻ എന്ന് പറയുന്നു. ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം. ആത്മാവാണ് ആത്മാവിന്റെ ബന്ധു. കാമത്താലും മോഹത്താലും ലോഭത്താലും നീ അതിനെ ക്ഷീണിപ്പിക്കരുത് അർജുന. അപ്പോൾ അർജുനൻ സംശയം കൂടി ചോദിച്ചു, കേശവ, മനസ്സ് ചലിക്കുന്നതാണ്. ചഞ്ചലമായ മനസ്സിൽ ഈ യോഗ നിഷ്ഠ നിൽക്കുമോ എന്ന് എനിക്കറിയുവാൻ കഴിയുന്നില്ല ഭഗവാനെ. ക്ഷോഭകാരിയും ചഞ്ചലവുമായ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നവൻ വായുവിനെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നത് പോലെയല്ലേ? അപ്പം ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, മനസ്സടക്കമില്ലാത്തവന് യോഗം ദുഷ്പ്രാപ്യമാണ് അർജുന. മനസ്സിനെ അടക്കി നിർത്തണം. കാമത്തിൽ നിന്ന് മോചിതനായവന് മാത്രമേ ഹൃദയത്തെ ഒതുക്കുവാൻ കഴിയുകയുള്ളൂ. ശരിയായ ഉപായം അനുസരിച്ച് വേണം യോഗം അനുഷ്ഠിക്കാൻ. അങ്ങനെയുള്ളവന് മനസ്സടക്കം ലഭിക്കുന്നതാണ് അർജുന. തീവ്രമായി അഭിലഷിക്കുന്ന യോഗി ജന്മങ്ങൾ എടുത്താലും പരഗതിയെ തന്നെ പ്രാപിക്കും. യോഗിയായി വർത്തിക്കുന്നവനും കർമ്മം ചെയ്യും. അപ്പോഴും അവന്റെ മനസ്സ് എന്നിൽ തന്നെ ആയിരിക്കും. എന്നിൽ മനസ്സുറച്ചാൽ അത് ചഞ്ചലമാവുകയില്ല. പരംപുരുഷനിൽ നിഷ്ഠയില്ലാത്ത മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും. അവൻ ജ്ഞാനിയോ യോഗിയോ ആവുകയില്ല അർജുന. എല്ലാ യോഗികളിലും വെച്ച് ആരാണോ പരിപൂർണമായി എന്നിൽ അർപ്പിക്കുന്നത് അവർ അത്യന്തം ശ്രേഷ്ഠരാകുന്നു. അർജുന, നീ നിന്നെ പരിപൂർണമായി എന്നിൽ അർപ്പിച്ച് കർമ്മം ചെയ്യുക. പാർത്ഥന്റെ മോഹം കളയുവാൻ ഒരു ഗുരുവിന്റെ ശ്രദ്ധയോടെയാണ് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത് ഇവിടെ. പാർത്ഥ, യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക ദുഷ്കരമാണ്. മനസ്സ് യഥാർത്ഥ നിഷ്ഠയിൽ എത്തണമെങ്കിൽ അനവധി കടമ്പകൾ കടക്കണം. ആദ്യമായി ഈശ്വര പ്രകൃതിയെ കുറിച്ച് അറിയുക. 2 തരം പ്രകൃതിയാണ് ഉള്ളത്, പരപ്രകൃതിയും അപരപ്രകൃതിയും. അപരപ്രകൃതി 8ആയി തിരിഞ്ഞിരിക്കുന്നു. ഭൂമി, ജലം, പ്രകാശം, വായു, ആകാശം, അഹങ്കാരം, ആത്തരം, അവ്യക്തം എന്നിവയാണ് അവ. അപരപ്രകൃതി എന്നാൽ സംസാരകാരണിയാണ്. എന്നാൽ പരപ്രകൃതി ആകട്ടെ ലൗകിക ജീവിത മോഹത്തെ നശിപ്പിക്കുന്നു. പരപ്രകൃതി വിശുദ്ധയാണ്, അതിന് അശുദ്ധിയില്ല. ജഗദീശ്വരനാണത്. ജീവധാരണത്തിന് ഹേതുവും ക്ഷേത്രത്തിന് നിന്ന് വിഖ്യാതവുമായ ആത്മാവാണ് ഈ പരപ്രകൃതി. രണ്ടും ഒരു ഭാവത്തിന്റെ 2 പുറങ്ങൾ തന്നെ. ദൈവാത്മാവിനെ ക്ഷേത്രത്തിന് നിന്നും വിളിക്കുന്നു. അപരപ്രകൃതിയെ ക്ഷേത്രം എന്നും പറയുന്നു. ചരടിൽ കോർത്ത മണികൾ പോലെ ജംഗമവസ്തുക്കളെല്ലാം എന്നിൽ കോർത്തിടുന്നു. തേജോഗോളങ്ങളുടെ തേജസ്സാണ് സൂര്യൻ. അർജുന, മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു തരുന്ന എന്തെങ്കിലും ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ സൂര്യനേക്കാൾ ശ്രേഷ്ഠമാണ് അർജുന ആത്മാവ്. പ്രണവം ഈ ആത്മാവ് തന്നെ. ഇങ്ങനെ ഈ ഭഗവത് കുറേയുണ്ട്. ഇത് ഭഗവത്ഗീത അനശ്വരവും അചിന്തവുമാണ്. എന്നാൽ തപസ് ചെയ്യുന്നവർക്ക് ഫലം ലഭിക്കുന്നതോടെ തപസ്സിന്റെ ഫലം തീരുന്നു. അവർ സംസ്കാരരഹിതരായി മാറുന്നു. അർജുന, ഇച്ഛയാണ് പുണ്യം നേടുന്നതിന് പ്രേരിപ്പിക്കുന്നത്. മറിച്ചു പറഞ്ഞാൽ ഇച്ഛയോടുകൂടി ചെയ്യുന്ന തപസ് പൂർണ്ണമായും മോക്ഷം തരുന്നില്ല. ഇന്ദ്രിയങ്ങളെ യോഗനിഷ്ഠ കൊണ്ട് രോധിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ഹൃദയത്തിൽ ഉറപ്പിച്ച് മൂർധാവിൽ പ്രാണനെ ആവേശിപ്പിച്ച് ഓം എന്ന ഏകാക്ഷര മന്ത്രത്തെ ആവർത്തിച്ച് ഉച്ചരിച്ച് ആരാണോ ജഡമായ ദേഹം കളയുന്നത് അവർ പരമഗതിയെ പ്രാപിക്കുന്നു. അർജുന, മറ്റൊന്നിലും മനസ്സ് വെക്കാതെ എന്നെ ആരാണോ സ്മരിക്കുന്നത് അവൻ യോഗി തന്നെയാണ്. അത്തരം യോഗി തപസ്സനുഷ്ഠിക്കണമെന്നൊന്നുമില്ല. അവന് കർമ്മവ്രതിയാകാം, കർമ്മം ചെയ്യാം. അത്തരം ഭക്തന്മാർക്ക് നശ്വരവും വിനാശപൂർണവുമായ ജന്മം വീണ്ടും ലഭിക്കുകയുമില്ല. ഉത്തരായണ
ദേവതയായ അഗ്നി, കാലാഭിമാനിയായ ജ്യോതിസ് പകല്, മകരം മുതൽ 6 മാസക്കാലം, അതാണ് ഉത്തരായണം. ഇവയിലൂടെ പരിശുദ്ധ ബ്രഹ്മത്തിലെത്തുന്നവർ മരണത്തെ പ്രാപിക്കുന്നില്ല. അവർക്ക് പിന്നെ ജനന മരണം എന്നുള്ള ഒന്നുമില്ല അർജുന. ഇങ്ങനെ ഭഗവാൻ ഭഗവത്ഗീത കുറേ ഉപദേശിച്ചു അർജുനന്. അർജുനാണെങ്കിലോ ഇതൊന്നും കേട്ടിട്ടും മനസ്സ് ഉറപ്പ് വരുന്നില്ല. അങ്ങനെ പലതും ചോദിച്ചുകൊണ്ടും പലതും പറഞ്ഞുകൊണ്ടും അർജുനൻ ഇങ്ങനെ ചെറിയൊരു കുട്ടീനെ സംശയം പോലെ അന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഇവരെയൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട് അർജുന, നീ ഒരു നിമിത്തം മാത്രം ആയാൽ മതി. എല്ലാവരും ഞാൻ എൻ്റെ ഒരു ദൃഷ്ടി കൊണ്ട് ഞാൻ എല്ലാവരും കൊന്നുവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പേടിയാവേ ചെയ്തത്, വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഗംഭീരമായ വിശ്വരൂപം അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അപ്പം എന്നിട്ടാണ് പറഞ്ഞത് എല്ലാം. അപ്പൊ പേടിച്ചുപോയി. എനക്ക് ഈ രൂപം കാണണ്ട, എനക്ക് അങ്ങയുടെ 2 കൈ മാത്രമില്ലേ, അല്ലെങ്കിൽ 4 കൈ മാത്രമില്ല രൂപം കണ്ടാ മതി ഭഗവാനെ, എനിക്ക് ഈ രൂപം കാണണ്ട, ഇതടക്ക്, ഈ രൂപം അടക്ക് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു അർജുനൻ. അപ്പോ ആ രൂപം ഭഗവാൻ അടക്കി. എന്നിട്ട് പുഞ്ചിരിച്ചു. വിജയ, നീ കണ്ട എൻ്റെ വിശ്വരൂപം ഉണ്ടല്ലോ, അത് ദർശിക്കാൻ ദേവന്മാര് പോലും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിരന്തരമായ ഉപാസന മൂലം എന്നിൽ മനസ്സർപ്പിച്ചവർക്ക് മാത്രമേ ആ രൂപം കാണുവാൻ കഴിയൂ. അത് കണ്ടിട്ട് നീ ഇപ്പൊ പേടിച്ചത്. സംഗരഹിതനും സർവഭൂതങ്ങളിലും വൈരമറ്റവനുമായവന് മാത്രമേ എന്നിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അപ്പ പാർത്ഥൻ വീണ്ടും ചോദിച്ചു, ദേവാ, എനിക്ക് അങ്ങയെ മനസ്സിലാക്കുവാൻ ഇനിയും കഴിയുന്നില്ലല്ലോ. ലോകഗുരുവായ അങ്ങയെ അറിയുവാനും അങ്ങയിൽ തന്നെ വിലയം പ്രാപിക്കുവാനും എന്താണ് വഴി? അത് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. യുദ്ധത്തിന്റെ എല്ലാം കാര്യം അടങ്ങട്ടെ. അപ്പൊ സൗമ്യനായിട്ട് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ ആ മനോഹരമായ രൂപം തന്നെ കൈക്കൊണ്ടു. വിജയ, ചഞ്ചലമായ മനസ്സിനെ നിരന്തര ശ്രമത്തിലൂടെ കീഴ്പ്പെടുത്തി എന്നിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നവര് യോഗികൾ എന്ന് പറയുന്നു. സമഭാവനയോടെ എല്ലാ കാര്യങ്ങളും കണ്ട് സമബുദ്ധികളായി സർവജീവികളുടെയും മംഗളത്തിൽ ശ്രദ്ധയോടെ എന്നെ ഉപാസിക്കുന്നവൻ എന്റെ നികടത്തിലെത്തും. അവരെ പരമയോഗി എന്ന് പറയാം. അർജുന, മനസ്സിനെ എന്നിൽ തന്നെ സ്ഥിരമായി നിർത്തുവാൻ ആർക്കും അത്ര എളുപ്പമൊന്നുമല്ല. ഇങ്ങനെ പറയാനേ ഉള്ളൂ. അത്ര എളുപ്പമൊന്നുമല്ല ആ കാര്യം. നിരന്തരമായ യത്നത്തിലൂടെ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. സർവകർമ്മങ്ങളുടെയും ഫലാസക്തിയെ ത്യജിക്കണം, അതാണ് വേണ്ടത്. എന്നിട്ട് മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയും. അങ്ങനെ അയാളെ നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ. അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം, ജ്ഞാനത്തേക്കാൾ വിശിഷ്ടമാണ് ധ്യാനം, ധ്യാനത്തേക്കാൾ വിശിഷ്ടമത്രേ കർമ്മഫലത്യാഗം. ഭഗവാൻ ചെറിയൊരു കുഞ്ഞിന് സംശയം തീർത്തു കൊടുക്കുന്നത് പോലെയാണ് ഈ അർജുനന് സംശയം തീർത്തു കൊടുക്കുന്നത്. എന്നിട്ടും ഒന്നും ഫലം കിട്ടിയില്ല. ഒരു നിമിഷം കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും തുറന്നു, അർജുന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണെന്ന് പറയാം. ലോകത്തിന് ദുഃഖം ഉണ്ടാക്കാതെയും സ്വയം ദുഃഖിക്കാതെയും ഹർഷാമർഷങ്ങളിൽ നിന്ന് വിമുക്തനായിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾ ആരാണോ അതാണ് എൻ്റെ പ്രിയഭക്തൻ. അപേക്ഷാരഹിതനും പരിശുദ്ധനും ലാഭനഷ്ടങ്ങളിൽ കണ്ണില്ലാത്തവനും സ്വാർത്ഥപരമായി ഒരു കർമ്മവും ആരംഭിക്കാത്തവനും എൻ്റെ ഭക്തൻ തന്നെയാണ്. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാതെയും ദേഷ്യം വരുമ്പോൾ ദേഷിക്കാതെയും ഒന്നിലും കാമം വെക്കാതെയും ജീവിക്കുന്നവൻ എനിക്ക് പ്രിയൻ തന്നെയാണ്. മിതഭാഷയും സ്ഥിരചിത്തനും നിന്ദാസ്തുതികളിൽ തുല്യഭാവം കരുതുന്നവനും എൻ്റെ പ്രിയൻ തന്നെ ആയിരിക്കും. ഇനി കുറെ ചീത്ത പറഞ്ഞു ഭഗവാനോടത്തെ, ഇനി കുറെ നന്മ നമ്മളെ പുകഴ്ത്തി പറഞ്ഞു, അതും ഭഗവാന്റെ ഭാഗത്തിൽ വെച്ചാൽ മതി. നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് വിചാരിക്കാൻ പറ്റുമെങ്കിൽ അവരാണ് ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെന്ന് ഭഗവാൻ പറയുന്നു. അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു. മാനം നീലം കടല് കടു നീലം കൊടുങ്കാട് നീലം മൗനം നീലം പ്രണയവനിക ശംഖുപുഷ്പങ്ങൾ നീലം മേഘം നീലം തരളമിഴികൾക്കുള്ളിലും കൃഷ്ണനീലം മായാ നീലത്തെളിമ തെളിയും നീലമെൻ ഇന്ദ്രനീലം. അങ്ങനെയുള്ള ആ ഭഗവാൻ, ഇന്ദ്രനീലക്കല്ല് പോലെയുള്ള ഭഗവാൻ അർജുനനെ ഓരോന്നോരോന്നായിട്ട്
പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഈശ്വരന് പര എന്നും അപര എന്നും രണ്ട് പ്രകൃതികളുണ്ട്. പരക്ക് ക്ഷേത്രത്തിന് നിന്ന് നാമം പറയും. അപര എന്നത് അപ്പോൾ ക്ഷേത്രമാണ്. നമ്മുടെ ശരീരമാണ് ക്ഷേത്രം. ഇതിലിരിക്കുന്ന ആത്മാവാണ് ഈശ്വരൻ. ഈ ശരീരത്തെ ആരാണോ നേരായി അറിയുന്നത് അവൻ ക്ഷേത്രജ്ഞനാണ്. വിജയ, ആത്മാവ് ഭൂമിയിൽ ജനിക്കുവാൻ കാരണം ഗുണങ്ങളാണ്. സത്വം, രജസ്, തമസ് എന്നിങ്ങനെ മൂന്നാണ് ഗുണങ്ങൾ. പ്രകൃതിജങ്ങളായ ഗുണങ്ങൾ ദേഹിയെ ബാധിക്കുന്നു. സത്വഗുണം നിർമ്മലവും അനാമയവുമാണ്. ദോഷരഹിതവും പ്രകാശപൂർണവുമാണ്. അത് സുഖജ്ഞാനങ്ങളോടുള്ള സംഘം കൊണ്ട് ജീവനെ ബന്ധിക്കുന്നു. അർജുന, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ചോദ്യം വന്നു. കൃഷ്ണ, ഒരാളിൽ ഏത് ഗുണമാണ് പ്രകടമാകുന്നതെന്ന് എങ്ങനെ അറിയാം? അവരുടെ സ്വരൂപം എന്താണ്? ഈ ഗുണങ്ങളെ അതിവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതും അറിയണം എനിക്ക്. നിന്റെ ചോദ്യം ഉചിതം തന്നെയാണ്, അറിയേണ്ടതും തന്നെ. ഞാൻ വിശദമാക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാളിൽ സത്വഗുണം കൂടുന്നതിനനുസരിച്ച് തേജസ് വർദ്ധിക്കുന്നു. രജോ ഗുണമേറുമ്പോൾ പ്രവൃത്തികൾ താല്പര്യമേറുന്നു. തമോ ഗുണത്തിന്റെ ശക്തിക്കനുസരിച്ച് മോഹം വളരുന്നു. ഈ ഗുണങ്ങൾ വിട്ടുമാറുമ്പോൾ വരരുത് എന്ന് കാക്ഷിക്കുന്നവന് ഗുണാതീതൻ എന്ന് പറയുന്നു. ഗുണാതീതൻ എല്ലാറ്റിനും സാക്ഷിയാണ്. ഗുണങ്ങളുടെ ശക്തി കൊണ്ട് വ്യതിചലിക്കപ്പെടുന്നില്ല. ഗുണങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി ശരിയായ ഗുണാതീതൻ നിശ്ചലമായി വർത്തിക്കുന്നു. തുതിയിലും നിന്നയിലും ഒരേ മനസ്സോടെ വർത്തിക്കുന്നവൻ ഗുണാതീതനായിരിക്കും. ഗുണങ്ങൾക്കൊക്കെ മേലെയായിരിക്കുന്നു. പാർത്ഥ, അല്പം കൂടി ഗഹനമായ സത്യത്തിലേക്കാണ് നാം കടന്നു പോവുക. നീ ആ സത്യങ്ങൾ കൂടി അറിയണം. സംസാര വൃക്ഷം എന്നൊന്നുണ്ട്. അധശാഖം, ഊർധ്വമൂലം, അതിന് അശ്വത്ഥം എന്ന് പറയുന്നു. ഊർധ്വമൂലം, അധശാഖം, അശ്വത്ഥം, പ്രാഹുരവ്യം. അതിന്റെ ഇലകളാണ് ഛന്ദസ്സുകൾ. ആ വൃക്ഷത്തെ ശരിക്കറിയുന്നവൻ വേദജ്ഞൻ തന്നെ. കാലത്തേക്കാൾ സൂക്ഷ്മവും മഹത്വപൂർണവും അവ്യക്തവും മായാമയമായ ബ്രഹ്മത്തെ ഊർധ്വം എന്ന് പറയുന്നു. അർജുന, ഇതാണ് സംസാര വൃക്ഷത്തിന്റെ ചുവട്. അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിട്ട് പിന്നെ തപസ്സിന്റെ കാര്യം പറയാൻ തുടങ്ങി. തപസ്സും 3 വിധത്തിലുണ്ട് അർജുന. അതിന് നാമം സാത്വികി, രാജസി, താമസി എന്നിങ്ങനെയാണ്. ബ്രഹ്മചര്യത്തോടും അഹിംസയോടും ഫലാപേക്ഷയില്ലാതെയും ചെയ്യുന്ന തപസ്സാണ് സാത്വികി. ഫലത്തിന് വേണ്ടി ചെയ്യുന്ന തപസ് രാജസമാണ്. ആ തപസ്സിന്റെ ഫലം ലഭിക്കുന്നതോടെ ഗുണവും അവസാനിക്കുന്നു. ദുരാഗ്രഹം മൂലം ആത്മാവിനെ പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്സിനെ താമസി എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾ ശരിക്കറിയുന്നവൻ ഈശ്വരനെ അറിഞ്ഞു തുടങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജ്ഞാനത്തിന്റെ ആഴത്തിലേക്ക് വിജയന്റെ മനസ്സ് ആണ്ടിറങ്ങി. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് പാർത്ഥന് സ്വയം ബോധ്യം വന്നു. കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യന് മോചനമില്ലെന്നും ക്ഷത്രിയന്റെ കർമ്മമാണ് താൻ അനുഷ്ഠിക്കേണ്ടതെന്നും പാണ്ഡവൻ ഉറച്ചു. അത്ര എന്നെ ഭഗവാൻ വിചാരിച്ചിട്ടുള്ളൂ. ഭഗവാൻ പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അർജുന, സന്യാസത്തിന്റെ ത്യാഗത്തിന്റെ മഹത്വത്തെ കുറിച്ച് കൂടെ നിന്നെ ബോധ്യപ്പെടുത്താം. കാമ്യങ്ങളായ കർമ്മങ്ങൾ നിശേഷം വേണ്ടെന്ന് വെക്കുന്നതിനെ സന്യാസം എന്ന് പറയുന്നു. സർവകർമ്മങ്ങളെയും ഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം. നിനക്ക് ഞാൻ ഇനിയും ഉപദേശിച്ചു തരാം അർജുന. നീ ഒന്ന് ഊർജ്ജസ്വലനാവൂ, യുദ്ധം ചെയ്യാൻ തയ്യാറാവൂ എന്ന് പറയുന്നത്. സീതാവും മണിമാറണിഞ്ഞ ഭഗവാനെ, അങ്ങ് പാപങ്ങളെ പോരാടി കൊലയേറ്റുവാങ്ങി മുടിയാൻ തള്ളീല. താൻ തന്നെയാം തേരോടിച്ചത് യുദ്ധഭൂവിൽ ഇവിടെ. പീരുക്കളാം ദുഷ്ടനേതാക്കന്മാർക്ക് സുഖിപ്പതിന് ബലിയാടാകുന്നു പിൻഗാമികൾ. ഇന്നത്തെ ഭാഗം ആ പൊന്നുതമ്പുരാന്റെ പാദപത്മങ്ങൾ സമർപ്പിച്ച് നാളെയും സമ്മതം തരികയാണെങ്കിൽ നമുക്ക് നോക്കാം.